കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവേ, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. കർത്താവ് അതിന് നിരവധി അടയാളങ്ങൾ പറഞ്ഞു. അതെ, കർത്താവ് വീണ്ടും വരുമെന്നും ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്നും യേശു വ്യക്തമായിട്ട് പറഞ്ഞു. അത് നമ്മൾ മത്തായി സുവിശേഷം 24, മർക്കോസിൻ്റെ സുവിശേഷം 14, ലൂക്കോസിൻ്റെ സുവിശേഷം 21 ഈ അധ്യായങ്ങളിൽ ആ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ൻ്റെ 23 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഒടുവിൽ ലോക അന്ത്യകാലത്ത് എന്തൊക്കെ നടക്കും, യഹൂദന്മാരൊക്കെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി വരും, യുദ്ധവും യുദ്ധശ്രുതികളും ഉണ്ടാവും, ഭീകര സംഭവങ്ങളുണ്ടാവും എന്നൊക്കെ ക്രിസ്തു പറഞ്ഞിട്ട് ഒടുവിൽ പറയുകയാണ്, ഈ ഭൂലോകത്തിന് ഇതെന്താ ഭവിപ്പാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ലോകത്തിലെ ജനതകൾക്ക് നിരാശയും പരിഭ്രമവും ഉണ്ടാവും. എന്നാൽ എന്നെ വിശ്വസിക്കുന്ന നിങ്ങളോ, നിങ്ങളുടെ വീണ്ടെടുപ്പ് നാൾ അടുത്തിരിക്കാൻ നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിച്ച മക്കളെ, ലോകത്തിൽ ചുറ്റുപാടും നോക്കി പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. കൊലകൾ, മനുഷ്യനെ പച്ചയ്ക്ക് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, യുദ്ധശ്രുതികൾ, എങ്ങും സ്വസ്ഥതയില്ലാതെ നമ്മുടെ പുതിയ തലമുറ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വഷളത്വങ്ങൾ ലോകത്ത് കാണുമ്പോൾ പലപ്പോഴും നീതിയുള്ള മനസ്സുകൾ നോക്കാറുണ്ട്. ഇതെങ്ങോട്ടാണ് ലോകം പോകുന്നത് എന്നൊരു ശബ്ദമാണ് കാണുന്നവരൊക്കെ ചോദിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം ലൂക്കോസിൽ നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിവർന്ന് തലകൾ ഉയർത്തുവിൻ, നിങ്ങളെ വീണ്ടെടുക്കുവാൻ നിങ്ങളുടെ രക്ഷകൻ വരാറായി. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ വരവിനായി നമ്മൾ ഒരുങ്ങുകയും വേണം. ഒരു വ്യക്തി ഈ കർത്താവില്ലാതെ ഈ ലോകത്ത് മരിക്കുമ്പോൾ, ഈ ലോകത്ത് മുമ്പോട്ട് പോകുമ്പോൾ എന്തൊരു വലിയ ഭീകരതയിലേക്കായിരിക്കും ആ വ്യക്തിയുടെ ആത്മാവ് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്നത്തെ ദിവസം ഒരാളോടെങ്കിലും ഈ കർത്താവിനെക്കുറിച്ച് പറയുവാൻ. നമുക്കൊരു മതം മാറ്റമല്ല പ്രോത്സാഹിപ്പിക്കേണ്ടേ, ആരും ക്രൈസ്തവ മതത്തിൻ്റെ ഭാഗമാകണ്ട, പക്ഷേ എല്ലാവരുടെ ഉള്ളിൽ കർത്താവായ യേശു ചെല്ലണം. ഇന്ന് മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാം, ഇന്ന് യേശു കർത്താവ് മടങ്ങി വന്നാൽ ഞാനും ആ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പില്ലാത്ത ജീവിതം ഈ ഭൂമിയിൽ മൃഗതുല്യമല്ലേ. ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി മണ്ണിൽ മറയുന്ന ഒരു ജീവിതമല്ല. ആ മനോഹരമായ നിത്യജീവൻ്റെ പ്രത്യാശയും ക്രിസ്തുവിനോട് കൂടെ ഈ ലോകത്തിൽ ജയകരമായ ജീവിതവും എല്ലാവർക്കും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുക. സോ വിശ്വാസികൾ അലേർട്ടായിരിക്കണം. കർത്താവ് പറഞ്ഞു, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും നിങ്ങൾ സഭായോഗങ്ങൾ മുടക്കാതെ ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കണം. കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയുള്ളവർ തങ്ങൾ വിശുദ്ധിയിൽ വീണ്ടും പുതുകി വരണം. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ ലോകത്തോടു കൂടെ നാശത്തിലേക്ക് ദൈവമക്കൾ കർത്താവിൻ്റെ കൃപയുണ്ട് എന്ന് പറഞ്ഞ്, കർത്താവ് കൃപ കാണിക്കുന്നവനെ ക്ഷമിക്കുന്നവനാണെന്ന് പറഞ്ഞ് അതൊരു ലൈസൻസായിട്ടെടുത്ത് പാപവഴിയിൽ ലോകത്തോടു കൂടെ നശിക്കാൻ പോകാതെ ഓരോ ദിവസവും കർത്താവിൻ്റെ ആത്മാവിലും കർത്താവിൻ്റെ വചനത്തിലും നമ്മളെ തന്നെ കഴുകി ആ 10 കന്യകമാരിൽ 5 കന്യകമാർ മണവാളൻ്റെ വരവിനായി കാത്തിരുന്നത് പോലെ ഇനി ഏത് സമയത്തും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാം, അതിനായി ഒരുങ്ങി നിൽക്കാം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചെയ്ത സന്ദേശം, യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആ സന്ദേശത്തിലേക്ക് നമുക്ക്
യേശു വേഗം വരാൻ പോവുകയാണ്. വേഗം, എത്രയും വേഗം കർത്താവ് വരും. ഓരോ ദിവസവും അതിനായി ഒരുങ്ങി വേണം നമ്മൾ നിൽക്കാൻ. യേശു വരുമെന്ന് ഉറപ്പുള്ളവർ രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, തങ്ങളെ തന്നെ അവർ വിശുദ്ധീകരിക്കും. രണ്ട്, ഒരാളോടുകൂടെ പറയാനുള്ള വെമ്പലുണ്ടായിരിക്കും. മീറ്റിങ്ങിന് വന്ന കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു ഗാനം പാടുന്നത് നല്ലതാണ്. ആ സമയത്ത് നമുക്കൊരു ഉത്സാഹം വരും. വാസ്തവത്തിൽ അത് വിശ്വാസമുണ്ടോ? അവരിൽ ഈ രണ്ട് രീതികൾ കാണും. ഒന്ന്, അവരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ശാശ്വതമായി അതിലൊന്നും പിടിക്കാൻ പോകുന്നില്ല. കാരണം അവർക്കറിയാം ഞാൻ വേഗം ഇവിടുന്ന് പോകാനുള്ള ആളാണ്. ഒരുക്കം കാണാം. അതുപോലെ തന്നെ യേശു വേഗം വരും എന്ന് വിശ്വസിക്കുന്നവർ മറ്റൊന്നുകൂടെ ചെയ്യും. വേറൊരാളുടെ വിടുതൽ പ്രാപിക്കുവാൻ. ഈ മനുഷ്യൻ കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ ഇയാളുടെ ഭാവി പോകുമല്ലോ, ഇയാളുടെ നിത്യത നഷ്ടപ്പെടുമല്ലോ, ഞാൻ ആ വ്യക്തിയോടൊന്ന് കർത്താവിനെ കുറിച്ച് പറയും എന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാകും. നിങ്ങളെ കുറ്റം വിധിക്കുന്ന ജോലി എനിക്ക് തന്നിട്ടില്ല, കുറ്റവിമുക്തരാക്കുന്ന ജോലിയാണ് യേശു ചെയ്യുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പക്ഷെ സ്വയം ഒന്ന് ശോധന ചെയ്യുക. എനിക്ക് അതിന് ഉത്സാഹമുണ്ടോ? ഈ പോകുന്ന മനുഷ്യരെയൊക്കെ കാണുമ്പോൾ ഇന്ന് യേശു വരികയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ഭാവി എന്നൊരു ചിന്ത എനിക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യുവാൻ 1 മിനിറ്റ് നമുക്കെടുക്കാം. അതുപോലെ വാസ്തവമായി യേശുവിൻ്റെ വരവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? 2 പത്രോസ് 3-ാം അധ്യായം വായിക്കുമ്പോൾ 2 കൂട്ടരാണ്. ഒന്ന്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അതൊന്ന് വായിച്ചിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനത്തിലേക്ക് വീണ്ടും പോകും. 2 പത്രോസ് 3-ന്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് വരികയില്ല എന്ന് ചിന്തിക്കുന്ന കുറേ പേർ. അത് സഭയ്ക്കകത്തുള്ളവരെ കുറിച്ചല്ല, കർത്താവിനെ അറിയാത്തവരെ കുറിച്ചാണ്. യേശു വരികയില്ല, ഇത് ചുമ്മാതാണ്, കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടർ. അപ്പോൾ തന്നെ രണ്ടാമത്തെ കൂട്ടർ സഭയ്ക്കകത്തുള്ളവരാണ്. ആ 2 കൂട്ടരെ കുറിച്ചാണ് അവിടെ ദൈവവചനം പറയുന്നത്. 2 പത്രോസ് 3-ാം അധ്യായം 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവും ആയവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമായി അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം ഇവിടെ. യേശു വരും, മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിപ്പീര് പ്രസ്ഥാനമല്ലേ എന്ന് പറയുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും എന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അത് സംഭവിക്കുകയില്ല എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. കർത്താവിനെ അറിയാത്തവരാണവർ. ഇതൊക്കെ ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കാൻ പറയുന്നത്. 2000 വർഷമായില്ലേ ഈ പറച്ചിൽ തുടങ്ങിയിട്ട്, ഇതുവരെ വന്നില്ലല്ലോ, ഇനി എന്ന് വരാനാ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ സഭയ്ക്കകത്താണ്. നമുക്ക് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യം വായിക്കാം. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ ചിലരെന്ത് ചെയ്യുന്നു? താമസം എന്ന് വിചാരിക്കുന്നു. 3-ാം വാക്യത്തിൽ പറയുന്നു, ചിലർ യേശു ക്രിസ്തു മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തമേ ചുമ്മാ പറയുക എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കൂട്ടർ എന്ത് പറയുന്നു? വരും, പക്ഷേ ഇന്ന് വരികയില്ല, വരും പക്ഷേ ഈ കൊല്ലം വരികയില്ല എന്ന് ചിന്തിക്കുന്നവർ. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് 10 കന്യകമാരുടെ ഉപമയിൽ. മണവാളൻ വരുവാൻ താമസിച്ചപ്പോൾ അവരിൽ 5 പേർ ഉറങ്ങി. പക്ഷെ 5 പേർ തങ്ങളുടെ വിളക്കിൽ എണ്ണയുമായി അവർ കരുതിയിരിക്കുകയാണ്. യേശു കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നാളും നാഴികയും അറിയുകയായതുകൊണ്ട് നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. അവിടെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങരുത്, ശാരീരിക ഉറക്കത്തെക്കുറിച്ചല്ല. നിങ്ങൾ വിജിലൻ്റ് ആയിരിപ്പീൻ. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തി
എയർപോർട്ടിൽ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം രാവിലെ എയർപോർട്ടിൽ സമയത്ത് ചെല്ലണം. നമ്മൾ സഭായോഗത്തിന് താമസിച്ചാലും എയർപോർട്ടിൽ താമസിച്ച് ചെല്ലാറില്ല. കാരണം നമ്മൾ ചെന്നില്ലേലും ഫ്ലൈറ്റ് പൊങ്ങും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 3 മണിക്ക് എനിക്ക് എഴുന്നേറ്റ് എയർപോർട്ടിലേക്ക് പോകണം എന്നുള്ളപ്പോൾ, അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ തന്നെ അനുഭവത്തിൽ ഞാൻ പറയാം, 3 മണിക്ക് അലാം വച്ചാൽ 3-ന് മുമ്പേ അലാം ഇല്ലാതെ തന്നെ ഞാൻ ഉണരും. മിക്കവാറും ഒരു 12 തൊട്ട് പലതവണ ഉണരും. കാരണം ഞാൻ ഉണർവിലാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, ഉണർന്നിരിപ്പീൻ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ ഇതെല്ലാം ചെയ്യുമ്പോഴും എൻ്റെ അകം ഉണർന്നാണ് ഇരിക്കുന്നത്. എൻ്റെ നാഥൻ വരാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. ഞാൻ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഒരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഭർത്താവാണ്, ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അപ്പനാണ്, ഞാൻ ഒരു ഇന്ത്യൻ സിറ്റിസണാണ്, ഞാൻ ഒരു സഹോദരനാണ്, ഞാൻ ഒരു അയൽവാസിയാണ്, ഞാൻ ഒരു പഞ്ചായത്തിലെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്കൊത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഞാൻ നിറവേറ്റി ഒക്കത്തുള്ളൂ. പക്ഷേ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുമ്പോഴും എൻ്റെ അകത്ത് ഒരു ഉണർവുണ്ട്. ഈ വ്യക്തി ഉറങ്ങിക്കിടക്കുമ്പോഴും അലാം വെക്കാതെ തന്നെ ഉള്ളിൽ ഒരു ബോധ്യമുള്ളതുപോലെ ദൈവത്തിൻ്റെ മക്കളുടെ, ഉണർവുള്ള ദൈവമക്കളുടെ ഏറ്റവും വലിയൊരു സവിശേഷത, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു വലിയ ഉണർവുണ്ട്. നാഥൻ്റെ കാഹളം ഇപ്പോൾ ധ്വനിക്കുമോ, ഇന്നായിരിക്കുമോ? ഇന്ന് എന്നെ ഇത് കേൾക്കുമ്പോൾ, ഇത് ഈ സഭയ്ക്കകത്തിരുന്ന് കേൾക്കുന്നവരും TV പ്രോഗ്രാമിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളും, ഞാൻ ആദ്യ നാളുകളൊക്കെ കർത്താവിൽ വന്നപ്പോൾ എപ്പോഴും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഓർക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതുപോലെ എനിക്ക് ചിന്ത വരുന്നില്ല. ജീവിത വിഷയങ്ങളിൽ ഞാൻ കുടുങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവമക്കളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പട്ടാളക്കാരനെ പോലെയാണ്, ദൈവദാസനെ കുറിച്ച് പറയുന്ന ഒരു പട്ടാളക്കാരനെ പോലെയാണ്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു എന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ എൻടാങ്കിൾഡ്, കുടുങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നെങ്കിലും ഉണർന്നാണ്. ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വണ്ടിക്ക് കാത്തു നിൽക്കുന്ന, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന വ്യക്തി അവിടെ നിൽക്കും. ചിലപ്പോൾ നാരങ്ങാവെള്ളം കുടിച്ചെന്നിരിക്കും, പത്രം വായിച്ചെന്നിരിക്കും. അടുത്തിരിക്കുന്നവരോട് വർത്താനം പറയുമ്പോഴും തൻ്റെ കണ്ണ് വരാൻ പോകുന്ന ഒരു വാഹനത്തിലാണ്. ദൈവത്തിൻ്റെ മക്കളെ, അല്പകാലമുള്ള നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. കർത്താവ് വരികയാണ് എന്ന് പറഞ്ഞ് ഏതോ ഒരു മലയിൽ മാറി ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം വിട്ട്, മക്കളെയെല്ലാം വിട്ട്, സർവസംഘ പരിത്യാഗിയായി ഭാര്യയും വിട്ട് പോകുന്ന ഒരു ആത്മീയത അല്ല ദൈവവചനം അവതരിപ്പിക്കുന്നത്. ഒരപ്പൻ എന്ന നിലയിൽ പൂർണ്ണമായി വിശ്വസ്തത പുലർത്തി. അപ്പോൾ തന്നെ ഇന്ന് യേശു വന്നില്ല എന്നിരിക്കട്ടെ, ഇനി 20 വർഷം കഴിഞ്ഞേ വന്നുള്ളൂ എന്നിരിക്കട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ നോക്കണം, എൻ്റെ പല കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്യണം. ആ നിലയിലുള്ള ഒരു ലോങ് ടേം പ്ലാനിങ്ങും ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വന്തം കുടുംബത്തെ നന്നായി പരിപാലിക്കാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഞാൻ എൻ്റെ കുടുംബത്തെ നന്നായി പരിപാലിക്കാതെ, എൻ്റെ മക്കളെ നന്നായി പരിപാലിക്കാതെ നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രസംഗിച്ചാൽ എൻ്റെ മക്കൾ പുറയിൽ നിന്ന് ഇങ്ങനെ കാണിക്കും. ഞാൻ മുമ്പിൽ നിന്ന് ഭയങ്കര പ്രസംഗ, അപ്പം എൻ്റെ 3 മക്കൾ എന്ന് കാണിക്കും. പിടികിട്ടിയോ? നേരിട്ട് കാണിച്ചില്ലേലും അവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പം എൻ്റെ ആത്മീയത കർത്താവിൻ്റെ വരവാണ് എന്ന് പറഞ്ഞ് പാട്ടുപാടി മാത്രം ഇരിക്കുന്നതല്ല. ഇവിടെയുള്ള എൻ്റെ എല്ലാ ഭർത്താവ് എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, പാസ്റ്റർ എന്ന നിലയിൽ, ഒരു ദേശവാസി എന്ന നിലയിൽ മുഴുവൻ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരാളുണ്ട്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ഈ ഒരു സ്ഥാനത്തും നീ ആയതല്ല, നിന്നെ ആക്കിയതാണ്. ഒരപ്പനായതല്ല, അപ്പനാക്കിയതാണ്. മകനായതല്ല, മകനാക്കിയതാണ്. ഭാര്യ ആയതല്ല, ഭാര്യ ആക്കിയതാണ്. ഭർത്താവ് ആയതല്ല, ഭർത്താവ് ആക്കിയതാണ്. സഭാവിശ്വാസി ആയതല്ല, കർത്താവ് ആക്കിയതാ. ആക്കിയതാണെങ്കിൽ ആക്കിയവൻ അത് ശരിയായി നിർവഹിപ്പാൻ ആവശ്യമായ മുഴുവൻ ശക്തിയും തരും. ഒരു കോഴ്സിന് അഡ്മിഷൻ തന്നെങ്കിൽ വിദ്യാർത്ഥികളെ,
ഇത് വിഷമമാണ് വിഷമമാണ് എന്ന് വീണ്ടും വീണ്ടും പറയരുത്. വിഷമമുള്ളപ്പോൾ തന്നെ എൻ്റെ കർത്താവാണ് എന്നെ ഈ കോഴ്സിനാക്കിയത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അടഞ്ഞ മനസ്സ് തുറന്നു വരും. പ്രവർത്തിക്കാത്ത ബുദ്ധി പ്രകാശിക്കും. കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതെ, എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യണം. അപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ കണ്ണ് കർത്താവിൻ്റെ വരവിനായി നോക്കിയിരിക്കും. എന്നെ മൊത്തത്തിൽ കണ്ടാൽ ഞാൻ ഇവിടെ വേറിറങ്ങാനുള്ളവനല്ല എന്ന് കാണുന്നവർക്ക് പിടികിട്ടും. സ്തോത്രം. പോകുമ്പോഴൊക്കെ മുകളിലോട്ടൊരു ചെറിയ ആക്ഷൻ. സ്തോത്രം. വേറിറങ്ങരുത്, വേറിറങ്ങരുത്. എന്ത് ചെയ്യരുത്? വേറിറങ്ങരുത്. നമ്മൾക്ക് മുകളിലോട്ടൊരു അട്രാക്ഷനുള്ള കൂട്ടരാണ്. കർത്താവ് വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ എങ്ങനെ ഇരുമ്പ് കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുമോ? ഇരുമ്പ് ചാടിക്കൊടുക്കേണ്ട കാര്യമില്ല, അത് തന്നെ അങ്ങോട്ട് പോവുകയാണ്. കാരണം ഇരുമ്പിനകത്ത് എന്തോ ഇരിപ്പുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ പുനരുത്ഥാന ശക്തി വ്യാപരിക്കുമ്പോൾ ആ പുനരുത്ഥാന ശക്തി അകത്തുള്ള എല്ലാവരും അങ്ങെടുക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തിലായിരിക്കുമ്പോഴൊക്കെ നമുക്കൊരു ഞരക്കമുണ്ട്. ഈ സൃഷ്ടികൾക്ക് പോലും ഒരു ഞരക്കമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആ ദൈവപുത്രന്മാരുടെ വെളിപ്പാട് പ്രാപിക്കുവാൻ, നമ്മൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ഒന്ന് നല്ലവരായി തീരുവാൻ, കാഴ്ചപ്പാടുള്ളവരായി തീരുവാൻ, മഹത്വമുള്ളവരായി തേജസ്സുള്ളവരായി തീരുവാൻ നമ്മളെ കുറിച്ച് സൃഷ്ടി ആഗ്രഹിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വായിച്ച വേദഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ധ്യാനിക്കാം. സ്തോത്രം. യേശുവിൻ്റെ വരവിനെ വിശ്വസിക്കുന്നവർ അമിതമായി ദുഃഖിക്കാറില്ല. ഇന്നാണെങ്കിലോ എന്ന മട്ടിൽ ജീവിക്കുക. നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുല ചിന്തപ്പെടരുത്. ഇന്നാണെങ്കിൽ ഞാൻ ആകുലപ്പെട്ടത് വെറുതെ ആയില്ലേ? ഇന്നാകില്ല എന്ന് പറയാൻ ഏതെങ്കിലും വചനമുണ്ടോ? ഇല്ല. നമുക്ക് ആ ഒരു ഒരുക്കം. അതുകൊണ്ടാണ് ഈ പത്രോസിൻ ലേഖനത്തിൽ നമ്മൾ വായിച്ചതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്. അവൻ ചിലർ താമസം എന്ന് വിചാരിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആര് മാനസാന്തരപ്പെടുവാൻ? എല്ലാവരും എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളോടൊന്ന് സഭയോടാ പറഞ്ഞിരിക്കും. അപ്പം നാട്ടിലുള്ള എല്ലാവരും മാനസാന്തരപ്പെടാനല്ല കർത്താവ് നോക്കിയിരിക്കുന്ന, പിന്നെ ഞാൻ വിശ്വാസി. അപ്പോൾ വിശ്വാസിക്ക് എന്ത് വേണം എന്ന് ഞാനല്ല വചനം പറഞ്ഞിരിക്കും. എന്താ മാനസാന്തരം പറഞ്ഞിട്ട്? മനംതിരിവാണ്. ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഒരു മനസ്സ് മതി, ബാക്കി എല്ലാം റെഡി ആയിട്ടോളും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നന്നാകാനും നോക്കണം. എൻ്റെ കർത്താവ് ഇന്ന് വന്നാലോ എന്നൊന്ന് വിശ്വസിച്ച് ചിന്തിച്ചാൽ മതി, ബാക്കിയെല്ലാം നേരെ വന്നോളൂ. എനിക്ക് പിന്നെ ആരോടും കയ്പില്ല. എനിക്ക് പിന്നെ ഇവിടെ ഒന്നിനെക്കുറിച്ചും അമിതമായ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല. അതെ, ചിലതൊക്കെ എനിക്ക് പ്രയാസമുണ്ട്, പക്ഷേ ഇത് വേഗം തീരുമല്ലോ. എനിക്ക് പിന്നെയും പാപവഴിയിൽ ജീവിക്കാനൊക്കില്ല, തോന്നിയാസം പോകാനൊക്കില്ല. നാഥന് വേണ്ടി ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. താഴ്ത്തു വായിച്ചാട്ടെ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ അറിയിപ്പില്ലാതെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ കർത്താവിന്റെ വരവിനെ തുടർന്ന് ഇത് ഒരു സമയത്തല്ല, പല ഘട്ടത്തിലായിട്ട് നടക്കുന്നതാണെന്നാണ് പൊതുവെ നാം മനസ്സിലാക്കുന്നത്. എന്തുവാകട്ടെ, ഈ കർത്താവിന്റെ വരവിനെ തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് ഇനിയും വന്ന ദൈവമക്കളെ കൊണ്ടുപോകും. തുടർന്നും പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പര്യവസാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിലതിൻ്റെ അടുത്ത ആരംഭം എന്ന് പറയുന്നത്, നമ്മളിന്ന് ആശ്രയിച്ചിരിക്കുന്ന ഭൂമിയും ഇതെല്ലാം എന്ത് ചെയ്തു പോകും? ചുട്ടഴിഞ്ഞു പോകും. ഇതെന്ത് ചെയ്യും? മേളിൽ കാണുന്ന ആകാശം പുസ്തക ചുരുൾ പോലെ ചുരുട്ടിക്കളയും. ചുട്ടഴിവാനുള്ളതായി. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും. ഡേ ഓഫ് ദ ലോർഡ്, അതാണ് ഡേ ഓഫ് ദ ലോർഡ്. ആ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും. ബന്ധപ്പെടുത്തിയും കൊണ്ട് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ കർത്താവിന്റെ വരവിനെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്താമെന്ന് പറഞ്ഞു.
യെസ്, ഇവിടെയുള്ള ദൈവമക്കൾക്ക് ആ വരവിൻ്റെ ദിവസം സമീപിപ്പിക്കാം എന്ന് വചനം പറയുന്നു. ബന്ധപ്പെടുത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം? വായിക്കാം. ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ കോൺസിക്രേറ്റഡ്, സെറ്റ് അപ്പാർട്ട്. കേവലം പാപ സ്വഭാവങ്ങളെ വിടുന്നത് മാത്രമല്ല വിശുദ്ധി. എന്നെ എവിടൊക്കെ എൻ്റെ മനസ്സിനെ തളച്ചിടുന്നോ അവിടുന്നൊക്കെ. അതാ ഞാൻ ഒരു അപ്പനായി, ഒരു ഭർത്താവായി, ഒരു അമ്മയായിട്ടൊക്കെ നമ്മൾ വർത്തിക്കുമ്പോഴും ഐ ആം സെറ്റ് അപ്പാർട്ട്. വേർപാടെന്ന് പറയുന്നത് കേവലം വേഷത്തിൽ മാത്രം വരുത്തുന്നൊരു മാറ്റമല്ല. എൻ്റെ മുഴുവൻ ചിന്താഗതിയിലും കേവലം ചില പാപ സ്വഭാവങ്ങൾ, അഴുക്ക് ചിന്തകൾ, മദ്യം, മയക്കുമരുന്ന്, ഇതൊക്കെ വിടണം. അത് മാത്രം വിടുന്നതല്ല, എൻ്റെ മനസ്സിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന, ഈ ലോകത്തിലേക്ക് ചുറ്റിപ്പിടിക്കുന്ന എല്ലാം അറുത്തറുത്ത ഞാൻ നിൽക്കുന്നത്. ഒന്ന് രണ്ട് പേരുടെ എങ്ങും കയറി പിടിക്കരുത്. ഒന്നും നിന്നെ കയറിയും പിടിക്കരുത്. എന്നും കൊണ്ട് ഈ ലോകത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് കർത്താവ് വരുവേ എന്ന് പറഞ്ഞ് പാട്ടും പാടി 7 ദിവസവും മുറിക്കാതിരിക്കാനല്ല വിളിച്ചത്. ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ അടുത്ത ഒരാളോടുകൂടെ ആ ആളും നശിക്കരുത്, ആ ആളും നശിക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും. ഞാൻ എൻ്റെ വീട് നന്നായി നോക്കിയെങ്കിൽ എനിക്ക് നല്ല സാക്ഷിയാകാനോ, നല്ലൊരു കുടുംബജീവിതം നയിച്ച് എൻ്റെ മക്കളെ കർത്താവിൽ വളർത്തി എൻ്റെ സഭയോട് വിശ്വസ്തനായി ഒരു ഭാരവും കൂടുതലായി ഞാൻ എടുക്കത്തില്ല. എനിക്ക് പ്രയാസമുണ്ട്, ചില കാര്യങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ഭാരം വരുന്നുണ്ട്, ഭയം വരുന്നുണ്ട്, ഇതൊക്കെ അപ്പോസ്തലന്മാർക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ഞാൻ സ്ഥായിയായി പിടിക്കത്തില്ല. ഞാൻ എങ്ങും കുടുങ്ങത്തില്ല. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിട്ട് കുടുങ്ങരുത്, കുടുങ്ങരുത്, കുടുങ്ങരുത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആത്മാവിൽ സന്തോഷിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതം എത്ര അനുഗ്രഹമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ അറിയാതെ തന്നെ റെഡ് കാർപ്പറ്റുകളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങളിൽ ആകെ ആകുല ചിന്തപ്പെടും തോറും അവിടുത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അതിന് വരേണ്ട നാഥൻ വരുന്നുണ്ട്. പാട്ടൊക്കെ പാടി ഇവിടെയുള്ള കാര്യങ്ങളും കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ള ബോധ്യത്തോടെ ഒന്ന് ജീവിച്ചു നോക്കിയേ. നിനക്ക് വേണ്ടി ദൂതന്മാർ, അങ്ങനെ പോകുന്നവർക്ക് വേണ്ടി കാർപ്പറ്റുകൾ വിരിച്ച് അത്ഭുതകരമായി നടത്തുന്ന വൻ കൃപയ്ക്കായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രിയരെ, ഈ യേശു കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വരും. യേശുവിൻ്റെ ആദ്യ വരവിനെക്കുറിച്ച് ഒരു തവണ ഉണ്ടെങ്കിൽ അതിൻ്റെ 25 ഇരട്ടി തവണ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്രയും 25 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. ലോക സംഭവങ്ങളെല്ലാം അതിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ നമുക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച്, ആത്മാവിൽ വിശുദ്ധീകരിച്ച് നമുക്ക് കർത്താവിൻ്റെ വരവനായി കാത്തിരിക്കാം. മാത്രമല്ല, ഈ ലോകത്തിലെ പ്രതിസന്ധികളിലും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ കരത്തിൽ പിടിക്കാം. ഈ സമയത്ത് ഒരു പ്രയാസത്തിലാണോ, അതും കർത്താവ് വിടുവിക്കും. പരിശുദ്ധാത്മാ നിറവിനായി ഹൃദയം തുറക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുവാൻ, കർത്താവെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ എൻ്റെ ജനമായി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നല്ലോ. ഈ യേശുവിനെ ഒന്ന് തിരിച്ചറിയുവാൻ, ഇതൊരു മതമല്ല, ക്രിസ്തുമായിട്ടുള്ള ബന്ധമാണെന്ന് തിരിച്ചറിയുവാൻ ലോകത്തെ സഹായിക്കണം. ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളെ ദൈനംദിനം കണ്ടെത്തുന്നവരോട് ഈ യേശുവിൻ്റെ സാക്ഷ്യം പറയുവാൻ ഇന്ന് കേൾക്കുന്ന ഓരോരുത്തർക്കും കൃപ തരണം. അപ്പോൾ തന്നെ കർത്താവെ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിൽ പ്രയാസമുള്ള കാര്യങ്ങളുണ്ടല്ലോ, രോഗമാകാം, മറ്റ് പ്രതിസന്ധിയാകാം, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. ഇന്നത്തെ ദിവസം നേരിടേണ്ട വിഷയങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കുന്ന മക്കളെ അറിയട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളുണ്ട്, അടുത്ത ആഴ്ചയിലുണ്ട്. വിവരങ്ങൾ കാണണം, സ്ക്രീനിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.